തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട. ആറ്റിങ്ങലിൽ 1.25 കിലോ MDMA പിടികൂടി. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിനുള്ളിലെ ഈന്തപ്പഴ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ 1.25 കിലോ എന്ന് പറഞ്ഞാൽ അത് വലിയ അളവിലുള്ള ലഹരിയാണ്. MDMAയുടെ കാര്യത്തിലാണെങ്കിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അറിയിക്കുന്നത്? ഇവരെങ്ങനെയാണ് വലയിലായത്? റിനു, റിജിത്ത്, ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ നടന്ന ഏറ്റവും വലിയ MDMA കസ്റ്റഡിയിലെടുക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ പോലീസ് അല്ലെങ്കിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആറ്റിങ്ങൽ കല്ലമ്പലത്ത് വെച്ചാണ് വിദേശത്ത് നിന്നെത്തിയ 2 പേരിൽ നിന്ന് ഈ MDMA ഏകദേശം 1.25 കിലോ വരുന്ന MDMA 4 കോടി രൂപയാണ് ഇതിൻ്റെ വില മാർക്കറ്റിൽ മതിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചയോടുകൂടി വിമാനത്താവളത്തിൽ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ നന്ദു, അതുപോലെ തന്നെ സഞ്ജു, ആറ്റിങ്ങൽ സ്വദേശികളാണ്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറ്, ഒപ്പം ഇവർ ലഗേജ് കടത്തിയ ഒരു പിക്കപ്പ് വാൻ, ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്ന് പറയുന്ന മറ്റ് 2 പേർ, ഈ 4 പേരെയും ഈ 2 വാഹനങ്ങളും ഇപ്പോൾ ഡാൻസ് ഓഫ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിക്കപ്പ് വാനിന് ഉള്ളിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന ഈന്തപ്പഴം, ആ ഈന്തപ്പഴ ബാഗിനുള്ളിലാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്, MDMA കണ്ടെത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡാൻസ് ഓഫ് ടീം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഇവരെ പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി രഹസ്യ വിവരത്തെ തുടർന്ന്. പക്ഷേ അവിടെ വെച്ചൊന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുവാനൊന്നും തന്നെ ഡാൻസ് ഓഫ് ടീം ശ്രമിച്ചില്ല. കാരണം ഇത് എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ആറ്റിങ്ങൽ കല്ലമ്പലത്ത് എത്തുമ്പോഴേക്കും ഇവരെ ചേസ് ചെയ്ത് വാഹനം പിടികൂടുന്നത്. ഈ ആറ്റിങ്ങൽ കല്ലമ്പലം സ്വദേശികളെ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരിൽ നിന്ന് 15 ലിറ്റർ വിദേശ മദ്യവും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിവിധ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ പുറത്തേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് പുറത്തെത്തിക്കുവാൻ വേണ്ടി ഇവർക്കായി എന്നുള്ളതാണ്. ഈ സഞ്ജുവും നന്ദുവുമാണ് വിദേശത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഉണ്ണിക്കണ്ണനും പ്രവീണും ഇവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി വന്നത്, കച്ചവടത്തിന് വേണ്ടിയാണ് ഈ MDMA ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ചിലർ നേരത്തെയും സമാന കേസുകളിൽ കസ്റ്റഡിയിലായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് നമുക്ക് ഡാൻസ് ഓഫ് ടീമിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ പോലീസിന് ഇവരെ കൈമാറും. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ഇവരെ കൈമാറും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വിദേശത്ത് നിന്ന് കടത്താൻ ശ്രമിച്ച 1.25 കിലോ MDMA പിടികൂടി. ഒപ്പം തന്നെ 15 ലിറ്റർ വിദേശ മദ്യവും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്നാണ് റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.